നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 78 വർഷം കഠിന തടവും പിഴയും വിധിച്ച മൂവാറ്റുപുഴ കോടതി. വാളകം റാക്കാട് വടക്കേപ്ലാപ്പുഴ മിതേഷിനെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി സമീറെ ശിക്ഷിച്ചത്. പെട്ടിക്കടകൾ പൊളിച്ചു നീക്കി നഗരസഭ. നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന പെട്ടിക്കടകളാണ് പൊളിച്ചു നീക്കിയത്. ലഹരി വിരുദ്ധ നടപടികൾ ശക്തമാക്കും. ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 70.62 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചത്. ആധുനിക ഉപകരണങ്ങൾ സർക്കാർ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കുക എന്നതിന് പ്രഥമ പരിഗണന. മൂവാറ്റുപുഴ പുഴയോര നടപ്പാത വീണ്ടും വഴിവിളക്കുകൾ തെളിയിച്ച മൂവാറ്റുപുഴ നഗരസഭ. സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളും ഉടൻ സ്ഥാപിക്കും. പ്രാവുകളുടെ വിശപ്പടക്കി നാടിന്റെ പ്രിയങ്കരനായി മാറി അതിഥിത്തൊഴിലാളിയായ മുഹമ്മദ് മുസ്തഫ. മനുഷ്യത്വത്തിന്റെയും ജീവകരുണയുടെയും മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് മൂവാറ്റുപുഴ കാവുങ്കര. വാർത്തകൾ വിശദമായി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനായ പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച മൂവാറ്റുപുഴ കോടതി. റാക്കാട് വടക്കേപ്ലാപ്പുഴ മിതേഷിനെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി 78 വർഷം കഠിന തടവിനും 5,50,000 രൂപ പിഴയും വിധിച്ചത്. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനായ പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് മൂവാറ്റുപുഴ കോടതി. വാളകം റാക്കാട് വടക്കേപ്ലാപ്പുഴ മിതേഷിനെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി സമീർ എ വിവിധ വകുപ്പുകളിലായി 5,50,000 രൂപ പിഴയും 78 വർഷം കഠിന തടവും വിധിച്ചത്. 2019 ഡിസംബറിലാണ് പ്രതി 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി കണ്ടെത്തുകയായിരുന്നു. പ്രോസിക്യൂഷനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജമുന PR ഹാജരായി. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന പെട്ടിക്കടകൾ പൊളിച്ചു നീക്കി നഗരസഭ. മിഷൻ ഡ്രഗ് ഫ്രീ മൂവാറ്റുപുഴ തൂഫാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപടികൾ കൂടുതൽ വ്യാപകമാക്കും. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കടകൾ പൊളിച്ചു നീക്കി. പാൻ മസാല ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തിവരികയായിരുന്ന കടകളാണ് പൊളിച്ചു നീക്കിയത്. നഗരസഭയുടെ അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങൾ കയ്യേറി സ്ഥാപിച്ച അനധികൃത നിർമ്മിതികളായതിനാലാണ് നഗരസഭ നടപടി സ്വീകരിച്ചത്. ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള നടപടികൾ നഗരസഭ കൂടുതൽ ശക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അറിയിച്ചു. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും പോലീസും ബന്ധപ്പെട്ട വകുപ്പുകളും ചേർന്ന് പരിശോധനകളും തുടർ നടപടികളും വ്യാപിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മിഷൻ ഡ്രഗ് ഫ്രീ മൂവാറ്റുപുഴ തൂഫാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരം നടപടികൾ കൂടുതൽ വ്യാപകമാക്കും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷുക്കൂർ CM എവറസ്റ്റ് ജംഗ്ഷനിലുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകൾ പൊളിച്ചു നീക്കുന്നതിന് പരാതി നൽകിയിരുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 70.62 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. സാധാരണക്കാരായ ജനങ്ങളുടെ ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യങ്ങളുള്ള ആധുനിക ഉപകരണങ്ങൾ സർക്കാർ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 70.62 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. പാലിയേറ്റീവ് കെയർ, ഓങ്കോളജി, ENT എന്നീ വിഭാഗങ്ങളിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് ട്രെയിനിംഗ് ഹാൾ നവീകരിക്കുകയും ഹാളിൽ ഓഡിയോ വിഷ്വൽ സൗകര്യം ഏർപ്പെടുത്തുകയും പ്രൊജക്ടർ, മൈക്രോഫോൺ, സ്പീക്കർ, സ്റ്റേജ് സ്ക്രീൻ എന്നിവ സ്ഥാപിക്കും. ഓങ്കോളജി വകുപ്പിൽ ബയോസേഫ്റ്റി ക്യാബിനറ്റ് പദ്ധതിയോടൊപ്പം തന്നെ സ്ഥാപിക്കും. ജീവനക്കാർക്കും രോഗികൾക്കും സംരക്ഷണം നൽകുന്ന ഉപകരണമായി ബയോസേഫ്റ്റി ക്യാബിനറ്റ് പ്രവർത്തിക്കും. ENT വിഭാഗത്തിൽ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് സ്ഥാപിക്കും. ശസ്ത്രക്രിയകളിൽ അതിസൂക്ഷ്മമായ ഭാഗങ്ങൾ വലുതായി കാണാനും കൃത്യതയോടെ പരിശോധിക്കാനും ഉപയോഗിക്കുന്ന ഉയർന്ന നിലവാരമുള്ള ഒപ്റ്റിക്കൽ ഉപകരണമാണിത്. കണ്ണ്, തലച്ചോറ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ ശസ്ത്രക്രിയകളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യമായി ഇത് മാറും. കോർണിയ, റെറ്റിന തുടങ്ങിയവയുടെ സൂക്ഷ്മമായ ശസ്ത്രക്രിയകൾക്കും തലച്ചോറിലെ സങ്കീർണമായ ഭാഗങ്ങൾ വ്യക്തമായി കാണുന്നതിനും ഈ ഉപകരണം പ്രയോജനകരമാണ്.
രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും മികച്ച സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് പദ്ധതിക്കായി MLA ഫണ്ടിൽ നിന്ന് തന്നെ തുക അനുവദിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളുടെ ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യങ്ങളുള്ള ആധുനിക ഉപകരണങ്ങൾ സർക്കാർ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് MLA പറഞ്ഞു. പുഴയോര നടപ്പാതയിൽ വീണ്ടും വഴിവിളക്കുകൾ തെളിയിച്ച മൂവാറ്റുപുഴ നഗരസഭ. പുഴയോര നടപ്പാതയിലുടനീളം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളും ഉടൻ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പുഴയോര നടപ്പാതയിൽ പുതിയ വഴിവിളക്കുകൾ തെളിയിച്ചു. ഏതാനും മാസങ്ങളായി വെള്ളപ്പൊക്കത്തിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാലും നശിച്ചിരുന്ന ലൈറ്റുകൾക്ക് പകരമായാണ് കൂടുതൽ സുരക്ഷിതമായ രീതിയിൽ ഉയരം കൂട്ടി പുതിയ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. വെള്ളപ്പൊക്ക സമയങ്ങളിൽ ഇലക്ട്രിക്കൽ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നത് ഒഴിവാക്കുന്നതിനായി ലൈറ്റുകളുടെ പോസ്റ്റുകളുടെ ഉയരം വർദ്ധിപ്പിക്കുകയും ഇതിനാവശ്യമായ പുതിയ വൈദ്യുതി പോസ്റ്റുകൾ KSEB സ്ഥാപിക്കുകയും ചെയ്തു. വഴിവിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. പുഴയോര നടപ്പാതയിലുടനീളം സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളും ഉടൻ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ഈ സാമൂഹ്യ വിരുദ്ധർ തന്നെ പല വേളകളിലും ലൈറ്റുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ നഗരസഭ ഈ നിലവിലുള്ള പോൾ ലൈറ്റുകളുടെ പോളിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ട് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഒരു നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആനുവൽ മെയിൻ്റനൻസ് കരാറ് ഒപ്പിട്ടുകൊണ്ടാണ്, അതായത് ഏജൻസിയുമായിട്ട് കരാർ ഒപ്പുവെച്ചുകൊണ്ട് ആനുവൽ മെയിൻ്റനൻസിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവർക്ക് വരുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. കൃത്യമായി തന്നെ ഇനി മുടക്കമില്ലാതെ കൊണ്ട് തന്നെ ഈ വഴിയോര നടപ്പാതയിലെ ലൈറ്റുകൾ തെളിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ KSEBക്കാരും ഈ ഒരു പ്രൊജക്റ്റിനോട് വളരെയധികം സഹായകരമാകുന്ന രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത്. അവർ പുതിയൊരു പോസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് മാത്രം ഈ ഒരു പരിസരത്ത് തന്നെ സ്ഥാപിച്ച് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കൊണ്ട് തന്നെ അധികം വൈകാതെ കൊണ്ട് തന്നെ ഇവിടെ നിരീക്ഷണത്തിനായിട്ടുള്ള ക്യാമറകൾ 10ഓളം ക്യാമറകൾ സ്ഥാപിക്കുവാനായിട്ടുള്ള നടപടികൾ നഗരസഭ സ്വീകരിച്ചു വരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിൻ്റെ ഒരു ഏരിയ താഴ്വശത്തു നിന്നും ഇടിഞ്ഞു പോയിട്ടുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളും ഏകദേശം പൂർത്തിയായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കുന്നതാണ്. അതോടുകൂടി തന്നെ ഈ ഒരു പുഴയോര നടപ്പാത വീണ്ടും സുഗമമായ ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നഗരസഭയ്ക്ക് സ്ഥാപിക്കും. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ജിനു മടേക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ അസം ബീഗം, രജിത P, CM ഷുക്കൂർ, വാർഡ് കൗൺസിലർ രാജശ്രീ രാജു, കൗൺസിലർമാരായ S മജീദ്, ഷേർലി പൗലോസ്, മനു പോൾ, മനോജ് G, ജെയ്സൺ തോട്ടത്തിൽ, സുബേർ KK, സജി ചാത്തൻകണ്ട്, ബിസ്മി സാബിദ്, ഷബീന യൂനസ് എന്നിവർ പങ്കെടുത്തു. പുതിയ വഴിവിളക്കുകളും വരാനിരിക്കുന്ന CCTV സംവിധാനവും യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയോര നടപ്പാത കൂടുതൽ സുരക്ഷിതവും ജനസൗഹൃദവുമായ പൊതു ഇടമായി മാറുകയും ജനങ്ങളുടെ സായാഹ്ന സഞ്ചാരത്തിനും വിനോദത്തിനും കൂടുതൽ അനുയോജ്യമായ ഇടമാകുകയും ചെയ്യും. വനമേഖലയിൽ കാണുന്ന മൂട്ടിപ്പഴം വീട്ടിൽ വിളയിച്ച ആവോലി പനേലിൽ PJ മാത്യു. മരം നിറയെ ചുവന്നും ബൾബ് പോലെ തെളിഞ്ഞു നിൽക്കുന്ന പഴം കാണാൻ ഏറെ കൗതുകമായതിനാൽ മാത്യുവിന്റെ കൃഷിയിടത്തിലേക്ക് നിരവധി സന്ദർശകരാണ് എത്തുന്നത്. പശ്ചിമഘട്ടത്തിലെ വനമേഖലകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഫലവൃക്ഷമായ മൂട്ടിപ്പഴം സ്വന്തം വീട്ടുമുറ്റത്ത് സമൃദ്ധമായി വിളയിച്ച് ആവോലി പനേലിൽ PJ മാത്യുവും കുടുംബവും. മണ്ണിന് തൊട്ടുമുകളിൽ തുടങ്ങി മരത്തിന്റെ തടിയിലും പ്രധാന ശിഖരങ്ങളിലും വരെ കുലകുലയായി പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് ഇതിന് മൂട്ടിപ്പഴം എന്ന് പേര് വന്നത്. കാട്ടുനെല്ലി, മൂട്ടിപ്പുളി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ കാട്ടുപഴം മാത്യുവിന്റെ കൃഷിയിടത്തിൽ വൻ കൗതുകമാണ് സൃഷ്ടിക്കുന്നത്. മധുരവും പുളിയും ചവർപ്പും ഒത്തുചേർന്ന പ്രത്യേക രുചിയാണ് മൂട്ടിപ്പഴത്തിൻ്റെത്. നേർത്ത പുറന്തോട് നീക്കിയാൽ ഉള്ളിലെ മാംസള ഭാഗമാണ് കഴിക്കുന്നത്. 2 or 3 വിത്തുകളെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഫലഭാഗം വൈറ്റമിൻ സിയാൽ സമ്പന്നമാണ്. ശരീരോഷ്മാവ് കുറയ്ക്കാനും ദഹനം ത്വരിതപ്പെടുത്താനും രക്തശുദ്ധീകരണത്തിനും ഇത് ഏറെ ഉത്തമമാണ്. പഴമായി കഴിക്കുന്നതിനു പുറമെ ഇതിന്റെ തോടുൾപ്പെടെ ഉപയോഗിച്ച് സ്വാദിഷ്ടമായ അച്ചാറുകളും ഉണ്ടാക്കാറുണ്ട്. വൈൻ, ജ്യൂസ് നിർമ്മാണത്തിനും മൂട്ടിപ്പഴം ഏറെ അനുയോജ്യമാണ്. മരത്തിന് പ്രത്യേക രാസവളങ്ങളോ മറ്റ് രാസപരിപാലനങ്ങളോ ഒന്നും തന്നെ നൽകാറില്ലെന്നും മരത്തിന്റെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും കുടുംബസമേതമാണ് ഇതിന്റെ പരിചരണം നടത്തുന്നതെന്നും മാത്യു പറഞ്ഞു. ആദ്യമായി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യം കാശില്ല അവനകത്ത്. പിന്നെ ഈ പരാഗണം വേണമെന്നും പറഞ്ഞിട്ട് അളിയും പുള്ളി ഒരു മരത്തിന് കൊണ്ട് വെച്ചപ്പോഴാണ് കൂടുതൽ കാശ് തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇത് നല്ല ഒരു ഔഷധമുള്ള ഗുണമുള്ള പറയണത്. പിന്നെ വനത്തിലൊക്കെ ആകുമ്പോൾ മറ്റു വന്യമൃഗങ്ങൾ നശിപ്പിക്കും. നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ തൊണ്ട് അച്ചാറിടാം, കായ തിന്നാം, റംബൂട്ടാൻ പോലെ തിന്നാം.
പിന്നെ ആ കായാണ് നോക്കി 2 കായുള്ളതാണ് ഒന്നിച്ച് കുഴിച്ചിടുമ്പോൾ ആണും പെണ്ണുമായിട്ട് വരുന്നത്. ഒരു ദൂഷ്യമായ ഒരു ഫലമല്ല അത്. കൂടുതലായിട്ട് വന്നത് അളിയമ്പള്ളി ഉടനൊന്ന് സജ്ജീകരിച്ച് ഇതുവരെ. പിന്നെ ഞങ്ങൾ കയറ്റിയെടുത്തു, ഞങ്ങൾ ഓരോരുത്തർ കയറ്റിയെടുത്തു. ആട് കെട്ടിയതൊക്കെ ഞങ്ങളാണ് ഇത് കെട്ടിയെടുത്തു. പിന്നെ വലിയ വളമൊന്നും ചെയ്യാൻ പോയില്ല, എന്നെങ്കിൽ തന്നെ ഇതിനകത്ത് പരിസരമൊക്കെ ക്ലിയറാക്കി നമ്മൾ ഇത് ചെയ്തത്. ഒരേ കാതലിനുള്ളിൽ 2 വിത്തുകൾ ഉണ്ടാകാറുള്ളതിനാൽ അവ ഒന്നിച്ച് നടുമ്പോഴാണ് ആൺമരവും പെൺമരവും ഉണ്ടാകുന്നത്. ആദ്യകാലങ്ങളിൽ പൂങ്കുലകൾ ഉണ്ടാകാറുണ്ടായിരുന്നെങ്കിലും കായ്കൾക്കുള്ളിൽ പഴങ്ങൾ രൂപപ്പെട്ടിരുന്നില്ല. തുടർന്ന് സമീപത്തൊരു ആൺമരം കൂടി വെച്ചു പിടിപ്പിച്ച ശേഷമാണ് മരത്തിൽ സമൃദ്ധമായി പഴങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതെന്നും വണ്ണപ്പുറത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് മൂട്ടിപ്പഴത്തിന്റെ തൈ കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് നട്ടതെന്നും ഭാര്യ ഡോളി മാത്യു പറഞ്ഞു. 5-8 വർഷമായപ്പം കാച്ചു കഴിഞ്ഞപ്പം പിന്നെ പഴമില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആൺമരം വേണമെന്ന് പറഞ്ഞു. പിന്നെ ആൺമരം കൊണ്ട് ആൺമരം നട്ട് കഴിഞ്ഞപ്പോഴാണ് ഉള്ളിൽ പഴം ഉണ്ടായത്. അത് അടുത്തുമുണ്ട് ആൺമരങ്ങൾ നിൽക്കേണ്ടത്. പിന്നെ ഈ വർഷമാണ് ഇത്രയും കൂടുതലായിട്ട് നിറച്ചുണ്ടായത്. അപ്പം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഒരു പഴം ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാട്ടിലുള്ള സാധനമാണിത്. നമ്മള് സാധാരണ ഇതുള്ളൂ. പിന്നെ നല്ല വെയിലായോണ്ട് നനച്ചു കൊടുക്കണ്ടായിരുന്നു. വനമേഖലകളിൽ കരടി, മാൻ, കുരങ്ങ് തുടങ്ങിയ കാട്ടുമൃഗങ്ങളുടെ പ്രിയപ്പെട്ട ആഹാരമാണിത്. പുറന്തോടിന് കട്ടി കുറവായതിനാൽ മൃഗങ്ങൾ ഇത് മുഴുവനോടെയാണ് കഴിക്കാറുള്ളത്. മരം നിറയെ ചെറിയ ചുവന്ന ബൾബുകൾ തെളിയിച്ചതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ഈ ദൃശ്യഭംഗി കാണാൻ നിരവധി ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പ്രാവുകളുടെ വിശപ്പടക്കി നാടിന്റെ പ്രിയങ്കരനായി മാറി അതിഥി തൊഴിലാളിയായ മുഹമ്മദ് മുസ്തഫ മനുഷ്യത്വത്തിന്റെയും ജീവകരുണിന്റെയും മനോഹരമായൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് മൂവാറ്റുപുഴ കാവുങ്കര. മനുഷ്യത്വത്തിന്റെയും ജീവകരുണയുടെയും മനോഹരമായൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് മൂവാറ്റുപുഴ കാവുങ്കര. മൂവാറ്റുപുഴയിലെ അതിഥി തൊഴിലാളിയായ മുഹമ്മദ് മുസ്തഫയാണ് കാവുങ്കര മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പ്രാവുകളുടെ വിശപ്പടക്കി നാടിന്റെ പ്രിയങ്കരനാകുന്നത്. കാവുങ്കര ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ ദിവസവും എത്തുന്ന മുസ്തഫ 3 വർഷത്തോളമായി മുടങ്ങാതെ പ്രാവുകൾക്ക് തീറ്റ നൽകി വരുന്നു. അരി, നിലക്കടല, ഗോതമ്പ് എന്നിവയാണ് പ്രധാനമായും നൽകുന്നത്. ദിവസങ്ങൾ നീണ്ട സ്നേഹബന്ധം കാരണം ഓരോ ദിവസവും മുസ്തഫ എത്തുന്നതും കാത്ത് 100 കണക്കിന് പ്രാവുകളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. മുസ്തഫയുടെ നല്ല മനസ്സിന് പിന്തുണയുമായി കടയുടമയും ഒപ്പം പ്രാവുകൾക്ക് തീറ്റ നൽകാൻ കൂടാറുണ്ട്. വർഷങ്ങളായി മൂവാറ്റുപുഴയിൽ ജോലി ചെയ്തു വരുന്ന മുസ്തഫയുടെ ജീവകാരുണ്യ പ്രവർത്തനം നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും ഏറെ കൗതുകവും ആനന്ദവും പകരുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അന്നൂർ ഡെന്റൽ കോളേജിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച മെഗാ തിരുവാതിര. 250ഓളം വനിതകൾ അണിനിരന്നു. നാടിനെ പൊന്നോണത്തിന്റെ വരവറിയിച്ച് അന്നൂർ ഡെന്റൽ കോളേജിൽ ഓണാഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ തുടക്കം. കോളേജിലെ അന്നൂർ വിമൻസ് ബ്രിഗേഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിപുലമായ മെഗാ തിരുവാതിര ക്യാമ്പസിൽ പുതിയൊരു ഉത്സവ പ്രതീതി തീർത്തു. കോളേജിലെ പുൽമൈതാനിയിൽ വനിതാ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥിനികളുമടക്കം 250ഓളം പേർ ഒരേ മനസ്സോടെ അണിനിരന്നു. ദന്ത സംരക്ഷണ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് സേവന സന്നദ്ധരായി എത്തുന്ന വിദ്യാർത്ഥിനികൾ തങ്ങളുടെ കഠിനമായ പഠനത്തിരക്കുകൾക്കുമിടയിൽ ചുണ്ടുകളിൽ മന്ദസ്മിതവും കാലുകളിൽ പാദസരങ്ങളുടെ മനോഹരമായ ധ്വനിയും ഉയർത്തി തിരുവാതിര കളി അവതരിപ്പിച്ചത് ഏവരുടെയും മനം കവർന്നു.
പരമ്പരാഗത ശൈലിയിൽ കസവും മുണ്ടും ബ്ലൗസും അണിഞ്ഞ് മലയാളി മംഗമാരുടെ തനിമയാർന്ന വേഷഭൂഷാദികളോടെ അവർ ചുവടുവെച്ചപ്പോൾ തിരുവാതിരക്കളിയുടെ ലാവണ്യ സൗന്ദര്യം അതിന്റെ പാരമ്യതയിലെത്തി. താളലയങ്ങളുടെ ഒത്തിണക്കത്തോടെ അരങ്ങേറിയ ഈ കൂറ്റൻ തിരുവാതിരക്കളി കോളേജ് ക്യാമ്പസിന് പൂർണ്ണമായും ഉത്സവ പ്രതീതി പകർന്നു നൽകി. ഓണാഘോഷങ്ങളുടെ വർണ്ണാഭമായ തുടക്കമായി മാറിയ ഈ സാംസ്കാരിക സംഗമത്തിന് വിമൻസ് ബ്രിഗേഡ് ഭാരവാഹികൾ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും വിവിധ കലാകായിക മത്സരങ്ങളോടെ അന്നു ഡെന്തൽ കോളേജിലെ ഓണാഘോഷങ്ങൾ കൂടുതൽ സജീവമായി തുടരുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക് താൽക്കാലിക പ്രസിഡന്റിന്റെ വീട്ടിൽ റീത്ത് വച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ. കേസിലെ ഒന്നാം പ്രതിയായ ഡിവൈഎഫ്ഐ പാലക്കുഴ മേഖലാ പ്രസിഡന്റ് എൽദോസിനെ ജോണിന്റെ വീട്ടിലും റീത്ത് വാങ്ങിയ പൂക്കടയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ കേരള കോൺഗ്രസ് എം പ്രതിനിധി PK ജോണിന്റെ വീട്ടിൽ റീത്ത് വെച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് എൽദോസ് സണ്ണി അറസ്റ്റിൽ. കേസിലെ ഒന്നാം പ്രതിയായ ഡിവൈഎഫ്ഐ പാലക്കുഴ മേഖലാ പ്രസിഡന്റ് എൽദോസിനെ ജോണിന്റെ വീട്ടിലും റീത്ത് വാങ്ങിയ പൂക്കടയിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മറ്റു 2 പ്രതികൾ കൂടി കേസിൽ ഉൾപ്പെട്ടതായി സൂചനയുണ്ട്. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾക്ക് ശേഷമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയൂ. CPI കോൺഗ്രസ് പാർട്ടികളുടെ പിന്തുണയോടെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽപ്പെട്ട PK ജോൺ താൽക്കാലിക പ്രസിഡന്റായി വെള്ളിയാഴ്ച ചുമതലയേറ്റത്. CPMലെ മുൻ പ്രസിഡന്റ് ജോസ് കുര്യാക്കോസിനെ അവിശ്വാസത്തിലൂടെ കഴിഞ്ഞ തിങ്കളാഴ്ച അയോഗ്യനാക്കിയിരുന്നു. അവിശ്വാസ പ്രമേയത്തിനെ കോൺഗ്രസ്, CPI, മാണി വിഭാഗം അംഗങ്ങൾ അനുകൂലിച്ചു. CPMഉം CPIയും തമ്മിലുള്ള തർക്കമാണ് ബാങ്ക് ഭരണവും CPMന് നഷ്ടപ്പെടാൻ കാരണം. CPM മുൻ ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബ് CPMൽ നിന്ന് CPIയിൽ എത്തിയതോടെ തർക്കം രൂക്ഷമായി സംഘർഷത്തിലെത്തിയിരുന്നു. ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്ത് വീടിനു മുന്നിൽ വെച്ചത് സംബന്ധിച്ച് ജോൺ കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ, ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പിണ്ടിമന ചേലാട് ചെമ്മീൻകുത്ത് പുതുക്കയിൽ പരേതനായ KS ജോർജിന്റെ ഭാര്യ അന്നക്കുഞ്ഞ് 86 നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച 3 സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ. പരേത ഒടക്കാലി പനയ്ക്കൽ കുടുംബാംഗമാണ്. അത്താണിക്കൽ ഗവൺമെന്റ് UP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ്. മക്കൾ ബാബു, അനിൽ, ജയൻ. മരുമക്കൾ അനിത, രാജി, ഏഞ്ചൽ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.